ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണല്ലേ, അപ്പം മിക്ക വീട്ടിലും മാമ്പഴം കാണുമല്ലേ. മാമ്പഴം വെച്ചൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാമ്പഴം വെച്ച് എന്തുണ്ടാക്കിയാലും ഒടുക്കത്തെ ടേസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം കസ്റ്റർഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കസ്റ്റർഡ് ഉണ്ടാക്കാൻ അറിയാത്തവരില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ 2 വലിയ മാമ്പഴം എടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് കണ്ടൻസ് മിൽക്കും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അപ്പം മാംഗോ പ്യൂരി ആയി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാംഗോ പ്യൂരി ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് ഒരു ക്രീം ആക്കിയിട്ട് മാറ്റിയെടുക്കുക. പിന്നെ മാമ്പഴം എടുക്കുന്ന നേരം നാരില്ലാത്ത മാമ്പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ എടുത്ത വേങ്ങരപ്പള്ളി മാമ്പഴമാണ്, എൻ്റെ ഫേവറേറ്റാണ്. ഈ നാരില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നാര് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതിന് ഇനി മലയാളത്തിൽ എങ്ങനെ പറയാൻ നിങ്ങൾക്കറിയില്ല. പിന്നെ പുഡിങ് സെറ്റാക്കാൻ ഒരു പാത്രം എടുത്ത് ഇതുപോലെ ഞാൻ ചെയ്ത പോലെയൊക്കെ ചെയ്യുക. ആദ്യം ബ്രെഡ് വെക്കുക, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കുക, അതിന് മേലെ നമ്മൾ മാംഗോ ക്രീം ചേർത്ത് കൊടുക്കുക, വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക. അങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അവസാനം മാംഗോ പ്യൂരി എടുത്തിട്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ പുഡിങ് ഇവിടെ റെഡിയായി. ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ്, പക്ഷേ കുറച്ച്